ആധുനിക കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ആത്മീയാചാര്യൻ ശ്രീ എം ആണ് ന്യൂസ് 8-നൊപ്പം ഇപ്പോൾ ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ 2024 ലോകത്താകമാനം ഒരു അസമാധാനത്തിന്റെ പ്രകൃതിയായിരുന്നു. പല ലോകരാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം, ആഭ്യന്തര കലഹങ്ങൾ, അതോടൊപ്പം വർഗീയമായിട്ടുള്ള പല ചേരിതിരിവുകളൊക്കെ. ഈ ഒരു 2025 നമ്മൾ കടക്കുമ്പോൾ അങ്ങേക്ക് ഈ ലോകത്തിന് ഈ ആധുനിക കാലഘട്ടത്തോട് പറയാനുള്ള സന്ദേശം എന്താണ്? ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ലോകമൊട്ടാരെ ഞാൻ പറയുന്ന ഗ്ലോബൽ മനുഷ്യർ ജീവിക്കണമെങ്കിൽ, സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ യുദ്ധം കൊണ്ട് അതിനൊരു സൊല്യൂഷൻ ഇല്ല. നമ്മൾ തന്നെത്താനെ മനസ്സിലാക്കി എല്ലാ മനുഷ്യരും ഒന്നാണ്. നമ്മൾ ഈ പല മതങ്ങളിലും പല പ്രവൃത്തികളിലും നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ ഒന്നാണെന്നുള്ളതൊന്നും മറക്കാതിരുന്നാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഏത് ആക്ടിവിറ്റിയും മനുഷ്യന് ഡിട്രിമെൻ്റലായിട്ട് വരുന്നതൊന്നും നമ്മൾ ചെയ്യില്ല. അത് ഇപ്പം അതിൽ സത്യം പറയുകയാണെങ്കിൽ ജീസസ് ഹാസ് എ ഗ്രേറ്റ് റോൾ ടു പ്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എപ്പോഴും ഒരു പീസിൻ്റെ മെസ്സഞ്ചറായിട്ടാണ് വന്നത്. അപ്പോൾ ഒരിക്കൽ രാമകൃഷ്ണ മിഷനിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ബേലൂർ മട്ടാണ്, കൽക്കട്ടയിൽ. സ്വാമി വിവേകാനന്ദൻ ഇന്ന് പല ഫീൽഡിലും അദ്ദേഹത്തിന് ഐക്കോണായിട്ട് യൂസ് ചെയ്യുന്ന സൊസൈറ്റീസ് ഉണ്ട്. അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, ഒരു അച്ഛൻ, പള്ളിയിലെ അച്ഛൻ, നിങ്ങൾ ജീസസിൽ വിശ്വസിക്കാറുണ്ട്? അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ജീസസിനെ ഒരു സ്റ്റെപ്പ് ആണല്ലോ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾ സൺ ഓഫ് ഗോഡ് എന്നല്ലേ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ജീസസ് ക്രൈസ്റ്റ് ഇന്ത്യയിൽ ജനിച്ചിരുന്നെങ്കിൽ ഈ അവതാരങ്ങളുടെ ഒന്നാക്കി ഞങ്ങൾ ഗോഡ് തന്നെയായിട്ട് അങ്ങ് വർഷിപ്പ് ചെയ്ത് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഈ പഴയ ലോ, an eye for an eye and a tooth for a tooth എന്നുള്ളതിനെ മാറ്റി. അത് പണ്ട് ആളുകൾ ഇങ്ങനെ പറഞ്ഞ് കാണും, പക്ഷെ ഇപ്പം നമ്മളതിനെപ്പറ്റി ചിന്തിക്കരുത്. ബ്ലെസ് ദം ദാറ്റ് കേഴ്സ് യു എന്ന് ആദ്യമായിട്ട് ഓപ്പണായിട്ട് ഒരു സൊസൈറ്റിക്കകത്ത് ഡിക്ലെയർ ചെയ്ത അദ്ദേഹമാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇനി ഉണ്ടാക്കിയെടുത്താൽ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് സമാധാനമായിട്ടും ശാന്തമായിട്ടും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിനൊരു പ്രതീക്ഷയുണ്ടോ? നമുക്ക് തിരിച്ചു വരാൻ ഒരു പ്രതീക്ഷയുണ്ടോ? ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരിക്കലും പ്രതീക്ഷ വിടാത്തൊരു മനുഷ്യനാണ്. എന്തിലും ഹോപ്പുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഗോദ്രയിൽ ആ സംഭവം നടന്നല്ലോ, നടന്നതിൻ്റെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഗോദ്ര വഴി നടന്നത് പദയാത്ര. എല്ലാവരും പറഞ്ഞു പ്രശ്നമാണ്, എന്തെങ്കിലും രണ്ട് സൈഡിൽ നിന്നും പ്രശ്നമുണ്ട്. ഒരു സൈഡിൽ നിന്നും പ്രശ്നമുണ്ടായില്ല. എല്ലാവരും വന്ന് നമ്മളെ വെൽക്കം ചെയ്ത് ഞങ്ങളുടെ കൂടെ നടന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഹോപ്പ് ഒരിക്കലും വിടാൻ പാടില്ല. ജീസസ് ക്രൈസ്റ്റിൻ്റെ ടീച്ചിങ്ങും ഇന്ത്യൻ ഫിലോസഫിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരുപാട് ബന്ധമുണ്ട്. ന്യൂ ടെസ്റ്റമെൻറ്റിൽ കുറേയൊക്കെ മാറ്റി കാണും, പക്ഷെ എന്നാലും ചില ഇതൊന്നും മാറ്റിയിട്ടില്ല. ലൈക്ക് സെർമൺ ഓൺ ദ മൗണ്ട് മാറ്റാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല, കാരണം അത്രയും ടൈറ്റ്ലി എഡിറ്റഡാണ്. സെർമൺ ഓൺ ദ മൗണ്ടിൽ പല കാര്യങ്ങളും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത്, ഒന്ന്, ഈ പഴയ ലോസ് ഉണ്ടല്ലോ, ഐ ഫോർ എൻ ഐ, ടൂത്ത് ഫോർ, അതൊക്കെ മാറ്റണം. അത് പഴയ കാലത്തുള്ള ലോസാണ്, ഇപ്പോഴത് ആപ്ലിക്കബിൾ അല്ല. ഞാൻ ദൈവത്തിൻ്റെ ഒരു മെസ്സഞ്ചറായിട്ടാണ് പറയുന്നത്. ഇത് ബ്ലെസ് ദം ദാറ്റ് കേഴ്സ് യു, ഡു ഗുഡ് ടു ദം ദാറ്റ് ഹേറ്റ് യു, പ്രേ ഫോർ ദം ദാറ്റ് ഡിസ്പൈറ്റ്ഫുള്ളി യൂസ് യു ആൻഡ് പെർസിക്യൂട്ട് യു. അദ്ദേഹം ഇത് ആ കാലഘട്ടത്തിൽ ആ സൊസൈറ്റിക്കകത്ത് ഓപ്പണായിട്ട് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഒരു വലിയ റെവല്യൂഷണറിയെ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ത്യൻ ഫിലോസഫി, ബുദ്ധിസം, ഇങ്ങനെയുള്ള മെഡിറ്റേറ്റീവ് പ്രാക്ടീസുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചല്ലോ. സെർമൺ ഓൺ ദ മൗണ്ടിലൊരു വാക്കുണ്ട്, ഒരു സെൻറ്റൻസ് ഉണ്ട്. എന്താണ്? Therefore if thine eye be single, thy whole body shall be full of light. ഞാൻ പല ക്രിസ്ത്യൻ പ്രീസിനോടെല്ലാം ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു കണ്ണ് ബ്ലൈൻഡ് ആവണമെന്നാണോ? ഒരു കണ്ണുണ്ടെങ്കിൽ കിങ്ഡം ഓഫ് ഹെവൻ കിട്ടുമോ?
യോഗശാസ്ത്രത്തിലും ബുദ്ധിസ്റ്റിക് ടീച്ചിങ്സിലും അല്ലാതെ ഈ സിംഗിൾ ഐ എന്താണെന്നാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. സിംഗിൾ ഐ എന്ന് നമ്മൾ പറയുന്നത് ആജ്ഞചക്രമാണ്. ഇവിടെ ഐ ഓഫ് വിസ്ഡം, തൃക്കണ്ണ്, അത് സിംഗിളാണ്. അത് ഓപ്പൺ ചെയ്താൽ യുവർ ഹോൾ ബോഡി ഷാൽ ബി ഫുൾ ഓഫ് ലൈറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചേർച്ചിനെ പറ്റി ഡിസ്കസ് ചെയ്താൽ അവർക്ക് അതിനെപ്പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നോസ്റ്റിക് സൊസൈറ്റീസ്, ഇങ്ങനെയൊക്കെ ചില മിസ്റ്റിക്കൽ സൊസൈറ്റീസ് ഉണ്ട്, ഏർലി ക്രിസ്ത്യൻസ്. അവർ ഈ സെൻറ്ററിൽ ധ്യാനം എപ്പോഴും ചെയ്യുന്ന ആളുകളാണ് അവർ ആ സൊസൈറ്റിയിൽ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യുവർ ഹോൾ ബോഡി ഷെൽ ബി ഫുൾ ഓഫ് ഒന്ന്. രണ്ടാമത്, ബ്ലെസ്സഡ് ആർ ദ പീസ് മേക്കേഴ്സ് ഫോർ ദേ ഷെൽ ബി കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ബ്ലെസ്സഡ് ആർ ദ ക്രിസ്ത്യൻസ് എന്നോ ജ്യൂസ് എന്നോ ഹിന്ദുസ് ഒന്നും പറഞ്ഞില്ല. ബ്ലെസ്സഡ് ആർ ദ പീസ് മേക്കേഴ്സ് ഫോർ ദേ ഷെൽ ബി കോൾഡ് ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഇത് പഴയ ഹിന്ദു ശാസ്ത്രത്തിലും ബുദ്ധിസ്റ്റ് ടീച്ചിങ്സിലും ഉള്ള ഒരു ഇതാണ്. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ ആദ്യത്തെ യമനിയമം അഹിംസയാണ്. ജെയിൻസിൻ്റെ ഇടയിലാണെങ്കിൽ അഹിംസോ പരമോ ധർമ്മ എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ ധർമ്മം അഹിംസയാണ്, അല്ലേ? പിന്നെ ഈവൻ സെമറ്റിക് റിലിജൻസിൽ വാർ ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞാലും ചില റൂൾസ് ഫോളോ ചെയ്താണ് വാർ. ഓർഫൻസിനും കുട്ടികളെയും ലേഡീസിനും ഒരിക്കലും അറ്റാക്ക് ചെയ്യുകയോ കൊല്ലുകയോ ചെയ്യരുതെന്നൊരു അൺറിട്ടൺ ലോ ഉണ്ട്. ഈ ലോസ് നമ്മുടെ ഇന്ത്യയിലുള്ള പഴയ വിസ്ഡം സിസ്റ്റത്തിൽ നിന്ന് പോയതാണോ അതോ അന്ന് പാരലായിട്ട് ഇതുപോലെ എല്ലായിടത്തും ഉണ്ടായിരുന്നോ എന്ന് ഞാൻ എപ്പോഴും സംശയിക്കാറുണ്ട്. കാരണം അത്രയും ഡെപ്തുള്ള ടീച്ചിങ്സാണ്. ഇനിയൊന്ന് കുറച്ച് മിസ്റ്റിക്കലായിട്ടൊരു കാര്യം ആരും പറഞ്ഞു കാണില്ല. നമ്മൾ കുരിശിൽ ജീസസ് ഇങ്ങനെ ഇരിക്കുന്ന പടം വളരെ കോമൺ ആണല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തൊരു ബോർഡ് വയ്ക്കും. ഇത് റെവല്യൂഷണറിയാണ്, ചിലപ്പോൾ അതിൽ ചില ക്രിറ്റിസിസം സാരമില്ല. ഒരു ബോർഡ് വയ്ക്കും തലയിൽ. ആ ബോർഡ് റീഡ് ചെയ്യുന്നത് INRI എന്നാണ്. സംഭവം എന്താ വെച്ചാൽ റോമൻ ലാറ്റിനിൽ ഐയും ജെയും ഇൻ്റർചേഞ്ചബിളാണ്, ഒരേ അക്ഷരമാണ്. ജെ എന്നും പറയാം. അപ്പോൾ ഇതിനെ സാധാരണ ഒരു ജീസസ് നസാരസ് റെക്സ് ജുഡറം എന്ന് വെച്ചാൽ ജീസസ് കിങ് ഓഫ് ജ്യൂസ് എന്നാണ് അതിന് ആയത്. റോമൻ സോൾജേഴ്സ് ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി ഫിറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത്. കോപ്റ്റിക് ക്രിസ്ത്യൻസ് ഉണ്ട്, നോസ്റ്റിക് ക്രിസ്ത്യൻസ് ഉണ്ട്, മലയിലെ പുറത്ത് താമസിക്കുന്ന ഡ്രൂസസ് ഉണ്ട്. അവർ പറയുന്നത് അത് JNRI അല്ല, അത് INRI തന്നെയാണ്. INRI എന്താണ്? INRI ലാറ്റിനിൽ പറയുകയാണെങ്കിൽ ഇഗ്നെ നാച്ചുറ റിനോവാറ്റ് ഇൻറ്റഗ്ര എന്നാണ്. വെച്ചാൽ ഇഗ്നെ എന്ന് പറഞ്ഞാൽ അഗ്നി, ഇഗ്നയുടെ റൂട്ട് അഗ്നിയാണ്. ഇഗ്നെ മീൻസ് ഫയർ, അത് സ്പിരിറ്റിൻ്റെ സിമ്പിളാണ് ഇഗ്നെ. നാച്ചുറ എന്ന് പറഞ്ഞാൽ പൃഥ്വി, എർത്ത്, ഫിസിക്കൽ ബോഡി, ഹ്യൂമൻ ബോഡി ഓൾസോ. റിനോവാറ്റ്, ഈ പൃഥ്വി എന്ന് വെച്ചാൽ എർത്തിനെ ഫയർ കൊണ്ട് എന്ന് വെച്ചാൽ സ്പിരിറ്റ് കൊണ്ട് ഇന്നോവേറ്റ് ചെയ്യുമ്പോൾ ത്രൂ ഇൻറ്റഗ്രേഷൻ അത് റിന്യൂഡ് ആവും. ഇഗ്നെ നാച്ചുറ റിനോവാറ്റ് ഇൻറ്റഗ്ര. അപ്പോൾ ഈ ക്രോസിൽ നിൽക്കുന്ന ശരീരം ഫിസിക്കൽ അല്ല ഫുൾ, പക്ഷേ ഡിവിനിറ്റി നിറഞ്ഞ ഒരു ശരീരമാണ്. അഗ്നി കൊണ്ട് റിന്യൂ ചെയ്ത ഒരു ബോഡിയാണിത്. അതുകൊണ്ട് സാധാരണ മനുഷ്യനല്ല എന്നുള്ള ഒരു ഡിക്ലറേഷനാണ്. അപ്പോൾ ഒരു ചെറിയ തോതിൽ എല്ലാ മനുഷ്യരും അതുപോലെ അഗ്നിയെ കൊണ്ട് ബോഡിയെ റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട്. വാസ്തവത്തിൽ ഈ സയോണിസ്റ്റ് കൊണ്ട് നടക്കുന്ന ഫ്ലാഗിലുള്ള സിമ്പിൾ അതാണ്. എന്നാൽ ഇവരതിനെ യുദ്ധത്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ട്രയാങ്കിളുണ്ട്, ഇക്വലാറ്ററൽ, ഇങ്ങനെ ഒരു ട്രയാങ്കിളുണ്ട്, രണ്ടും ഇങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യല്ലേ എന്ന് വെച്ചാൽ ദ സ്പിരിറ്റ് ആൻഡ് മാറ്റർ ഇൻറ്റിഗ്രേറ്റഡ് ടു ഗിവ് എ ഡിവൈൻ ബീയിങ് എന്നാണ് ശരിക്കുള്ള ഇതിൻ്റെ അർത്ഥം. അത് ഈ പറഞ്ഞ പോലെ ചന്ദ്രകല ഉണ്ടല്ലോ, ക്രസൻറ്റ്, അത് ശിവൻ്റെ തലയിൽ സോമശേഖരനാണ്, ഇല്ലേ? ദുർഗയുടെ തലയിൽ, ശക്തിയുടെ എല്ലായിടത്തും ഉണ്ട്.
പക്ഷെ ആ ചന്ദ്രകല ഫ്ലാഗിൽ വെച്ച് 3/4 വേൾഡ് ഓക്കുപ്പൈ ചെയ്ത ഒരു ഗ്രൂപ്പുണ്ട്. അവർക്ക് അതിൻ്റെ എനർജി എന്താണെന്ന് അറിയാമെന്നല്ലാതെ അത് എന്താണെന്നുള്ള അറിയില്ല. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും. അപ്പം നമ്മൾ ഇതിനെ സ്റ്റഡി ചെയ്യണം. ഞാൻ പറയണത് ഇന്നത്തെ കാലത്ത് ആവശ്യം കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലിജൻസാണ്. എന്നാലേ നമ്മുടെ ഫ്യൂച്ചർ ശരിയാവും. അല്ല, അങ്ങ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാ? ഇപ്പം വേദങ്ങൾ, ഉപനിഷത്തുക്കളെ കുറിച്ചും പറഞ്ഞു, ബൈബിള്, ഖുറാൻ, ഇതൊക്കെ അങ്ങേ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരായിരിക്കും? അതിൽ ഈ ജീസസ് ക്രൈസ്റ്റും ഉൾപ്പെടുന്നുണ്ടോ? ഞാൻ ഒരു 4 വലിയ സ്പിരിച്വൽ ഫിഗേഴ്സിനെ ഇങ്ങനെ നിർത്തി നോക്കുകയാണെങ്കിൽ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫിഗർ ജീസസ് ക്രൈസ്റ്റ്. അങ്ങ് ജീസസ് ക്രൈസ്റ്റിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നാണ്. ഒരു വിഷനാണ്. അതിപ്പം ആർഗ്യുവബിൾ ആണ്. ചിലപ്പോൾ ഹാലൂസിനേഷൻ ആണോ ഇങ്ങനെയൊക്കെ ആളുകൾ പറയും. ചിലർ അതിനെ വിമർശിക്കുന്നുണ്ട്. അതെ, കാരണം ക്രിസ്ത്യൻസ് പോലും, ക്രിസ്തുവിന്റെ അനുയായികൾ പോലും ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. അതെ, അങ്ങനെയൊക്കെ വരും. പക്ഷെ ഞാനങ്ങനെ സത്യം, ഞാൻ കള്ളം പറഞ്ഞിട്ട് എനിക്ക് ഒരു അഡ്വാൻറ്റേജും ഇതിനകത്തില്ല. ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ ശരിക്കും. അതുകൊണ്ട് ഞാനത് ആ ക്ലെയിം ഞാൻ മാറ്റില്ല. ഐ ഡിഡ് സീ ജീസസ് ക്രൈസ്റ്റ്. അങ്ങ് ഈ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത് അത് ക്രിസ്തുവിന്റെ ആ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണെന്ന് പറയുന്നു. പ്രത്യേകിച്ചും ആ സമയമൊക്കെ ഒരു കണ്ണൂരിൽ ഒരു രാഷ്ട്രീയ, അതൊക്കെ മാറിയില്ലേ? അതിനുവേണ്ടി ഇടപെട്ടിരുന്നു. അതെ, ഒരുപാട് ഇടപെട്ടു. അങ്ങനെ ഇടപെടലാണ് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവിടെ ഞാൻ മാത്രമെന്ന് പറയില്ല, പക്ഷെ ഞാൻ അതിനകത്ത് ഒരു വലിയൊരു റോൾ പ്ലേ ചെയ്തു. അതിനെ എന്നെയും ആളുകൾ ചീത്ത പറഞ്ഞു, ചീഫ് മിനിസ്റ്ററിനെയും ചീത്ത പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരെയും ചീത്ത. പക്ഷെ ഞങ്ങളത് ജോലി ചെയ്ത് നിർത്തി. അത് RSSും CPM ആദ്യമായിട്ട് ഫേസ് ടു ഫേസ് ഇതുപോലെ ടേബിളിൽ നിന്ന് സംസാരിക്കുന്നത് ഞാനാണ് അതിനെ കൊണ്ടുവന്നത്. എൻ്റെ കഴിവല്ല അത്. എനിക്ക് ശാന്തം ഉണ്ടാവണം എന്നുള്ള ഒരു ദൃഢവിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അല്ല, എനിക്കതിൽ എക്കണോമിക്കലായിട്ട് ഒരു ഗെയിനുമില്ല. ലൈഫ് ഡേഞ്ചറിലാണ്, അല്ലേ? പക്ഷേ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിച്ചു. പക്ഷെ മറുവശത്ത് ഒരു വർഗീയമായി ചേരിതിരിവ് വർദ്ധിച്ചിട്ടില്ലേ ഈ കാലഘട്ടത്തിൽ? ഉണ്ട്. അതിന് എന്തെങ്കിലും ചെയ്യണം. അല്ല, അതിന് എങ്ങനെ ഇടപെടാൻ പറ്റും അങ്ങേക്ക്? ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോട്ടയത്ത് പോകുമ്പോൾ സെമിനാറീസിലെല്ലാം പോയി തിരുമേനിയൊക്കെ കാണും. അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇതിനെ നമുക്കിത് സോൾവ് ചെയ്യണം എന്ന് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇസ്ലാമിക് ഇതിൽ ഞാൻ ഡൽഹി പോകുമ്പോൾ അവിടുത്തെ ഷാഹി ഇമാമിനെ അവരെയൊക്കെ കണ്ട് ഇതിന് നിങ്ങളൊന്ന് ഇടപെട്ട് ഇത് ശരിയാക്കണം എന്നിങ്ങനെ BJP RSSലും ഞാൻ നാഗ്പൂർ പോയി, ഞാൻ അവിടെ RSS ഹെഡ്ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി. അപ്പോൾ എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലൊരു സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ ഇവിടുത്തെ ഒരു മതന്യൂനപക്ഷങ്ങൾ BJP അധികാരത്തിലേറിയ ശേഷം അസ്വസ്ഥരായിരുന്നു. പക്ഷേ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസം ആർജിച്ചെടുക്കാൻ ഒരു പരിധിവരെയും പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2 ക്രിസ്മസ് കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവിടെയും മണിപ്പൂർ പോലുള്ള സംഭവങ്ങൾ ഒരു മുറിവായി നിൽക്കുന്നു. എങ്കിൽ പോലും അവിടെ ഒരു പരിധിവരെയും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഇടയിലേക്ക് അദ്ദേഹത്തിന്റെ അതിന് ശ്രീ എം ഏതെങ്കിലും രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഞാൻ ഇത്രേ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളൂ, എല്ലാ റിലീജിയനും ഒന്നായിട്ട് നോക്കിയാലേ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് പോവുള്ളൂ എന്ന് ഞാൻ പല പ്രാവശ്യവും അദ്ദേഹത്തിനെ ബോധപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയും ഇസ്ലാം മത വിശ്വാസം അതും ഞാൻ ഇങ്ങനെ അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് ഇച്ചിരി പ്രയാസമാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് നടക്കും. ഞാൻ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നവരടുത്ത് ഇതേ പറയാറുള്ളൂ, നിങ്ങളുടെ റിലീജിയൻ അങ്ങ് പ്രാക്ടീസ് ചെയ്തോ, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള റിലീജിയൻ്റെ സെൻറ്റിമെൻറ്റ്സ് കുറച്ച് റെസ്പെക്റ്റ് ചെയ്തു, ഇത്രയും ചെയ്താൽ മതി. പാർസീസ് ഇന്ത്യയിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി? ടാറ്റ എല്ലാം പാർസിയല്ലേ. അവർ നോൺ വെജിറ്റേറിയനാണ്, അവരുടെയും കൾച്ചർ വേറെയാണ്. പക്ഷെ അവർ മെജോറിറ്റി കമ്മ്യൂണിറ്റിയെ റെസ്പെക്റ്റ് ചെയ്ത് അവരെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ ജീവിക്കണം. ഇല്ലെങ്കിൽ നമ്മളൊരു മൈനോറിറ്റി അല്ലേ. മൈനോറിറ്റി എപ്പോഴും മെജോറിറ്റിയെ റെസ്പെക്റ്റ് ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ റെസ്പെക്റ്റ് വരുമ്പോൾ മെജോറിറ്റി മൈനോറിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഞാൻ
എവിടെ ചെന്നാലും എന്നെ ആളുകളൊരു മനുഷ്യനായിട്ടാണ് കരുതുന്നത്, അല്ല ഒരു റിലിജനായിട്ട് അങ്ങോട്ട് അല്ല. എൻ്റെ ബേസിക് ഞാൻ സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഉപനിഷത്തും വേദങ്ങളും ഒക്കെ എൻ്റെ സബ്ജക്റ്റാണ്. എന്നാലും എന്നെ ഈ ശ്രീ എം എന്ന് പറഞ്ഞാൽ തന്നെ ഈ എം എന്ന് പറയുന്ന മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഹിന്ദിയിൽ പറഞ്ഞാൽ മാനവ്. ഞാൻ വളരെ ഹാപ്പിയാണ് എന്നെ ശ്രീ എം എന്ന ആളുകൾ വിളിക്കുന്നത്. ശ്രീയും വേണ്ട, വെറുതെ എം എന്ന് വിളിച്ചാലും മതി. പക്ഷെ മനുഷ്യനാണ്. ബാക്കി ഇൻസിഡൻ്റലാണ്. ഫാക്റ്റ് എന്താണ്? നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഇപ്പോൾ ഒരു ഒരു ഫാമിലിയിൽ ജനിച്ചു കഴിയുമ്പോൾ അതിനറിയാമോ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യൻ? അറിയാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതിൻ്റെ അപ്ബ്രിങ്ങിങ് അനുസരിച്ചല്ലേ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബേസിക്കലി മനുഷ്യനാണല്ലോ. ഇത് നമ്മൾ ചിന്തിക്കണം. ഈ മുംതാസ് അലി ഖാൻ അതിൽ നിന്നാണ് ശ്രീ എം ആയി മാറിയത്. അതായത് അങ്ങ് ജനിച്ചത് ഒരു ഇസ്ലാം കുടുംബത്തിലാണ്. കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ? ചിലർ പറയുന്നുണ്ട് അങ്ങ് ഒരു ഹൈന്ദവ ആചാര്യനായി മാറിയെന്ന്. ഒരു കൺവേർഷനും നടത്തിയിട്ടില്ല. പിന്നെ ഫിസിക്കലായിട്ട് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ ഒരു റിലിജൻ അനുസരിച്ച് ചെയ്ത ചില ബയോളജിക്കൽ ഉണ്ട്. അതിനെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഒക്കോ? അതിനെ ആരെങ്കിലും റിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല, പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഉള്ളതാണ്. പക്ഷേ കൺവേർഷൻ എന്നും പറഞ്ഞ് ഞാനൊരു ഒരു ഒരു റിച്വലിസ്റ്റിക് കൺവേർഷൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആരും മതം മാറേണ്ടതാണ് അങ്ങ് പറയുന്നത്? മാറേണ്ട ആവശ്യമില്ല. ആരും ഇവിടെ പ്രോബ്ലം എന്താണെന്നറിയാമോ? ചില മതങ്ങളിൽ, മിക്കവാറും ഉള്ള മതങ്ങളിൽ കൺവേർട്ട് ചെയ്താണ് ആ മതത്തിലേക്ക് വരുന്നത്, അല്ലേ? പക്ഷേ സപ്പോസ് ഒരാൾ പറയുകയാണ് ഞാൻ ഹിന്ദു ആണ് കാരണം ഞാൻ ഇവിടെയാണ് ജനിച്ചത്, അയാൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. കൺവേർട്ട് ഞാൻ പറയുന്ന മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നന്നായിട്ട് തോന്നുന്ന പ്രിൻസിപ്പിൾസ് മാത്രം ഞാനങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മതിയല്ലോ. അതിനെ എതിർക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അവിടെയാണ് പ്രോബ്ലം. പക്ഷെ അങ്ങ് ഈ ഹൈന്ദവ സംസ്കാരത്തെ വല്ലാതെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സംസ്കാരമല്ല, സംസ്കാരത്തിനെക്കാട്ടും ഫിലോസഫി. പക്ഷെ അത് ഇസ്ലാം മത വിഭാഗങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ തീവ്ര ഇസ്ലാം മത വിശ്വാസികളുടെ ഇടയിൽ അത് ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നില്ല. ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? സത്യമാണെങ്കിൽ സത്യമാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഭീഷണി ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അധികമില്ല. എനിക്ക് തോന്നുന്നു അവരെന്നെ വിട്ടെന്ന് തോന്നി. ഇനി രക്ഷയില്ല. ഏതായാലും നരകത്തിൽ പോകണം. പക്ഷെ എനിക്കറിയാം നല്ല കാര്യം ചെയ്യുന്നവരൊരിക്കലും നരകത്തിൽ പോവില്ല. ബാക്കിയുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇസ്ലാമുമായിട്ട് യാതൊരു അവർഷനോ അവരായിട്ട് ദേഷ്യമൊന്നുമില്ല. എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പണ്ട് ഫിസിക്കലായിട്ട്. പക്ഷേ ഞാൻ അവരുമായിട്ട് എന്നാലും എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. കാരണം കൊച്ചിലെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വിടുന്നത് കൊണ്ട് നടക്കുന്നതാണ് ഇതെല്ലാം. അവരും മനുഷ്യരല്ലേ. ഒരുപാട് പേര് ഇസ്ലാമിൽ ഒരുപാട് പേര് പോവർട്ടി ലെവലിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ പോവർട്ടി ലെവലാണെന്നുള്ളത് ആദ്യം നോക്കണം. പിന്നെയാണ് ഇസ്ലാം, ക്രിസ്ത്യൻ ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ അങ്ങ് ഇപ്പം വാക്ക് ഓഫ് ഹോപ്പ്, അതായത് ശാന്തിക്കും സമാധാനത്തിനും മതസൗഹാർദ്ദത്തിനും വേണ്ടി ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത, അതുപോലെ ഇനി അങ്ങയുടെ ഭാഗത്തു നിന്നൊരു യാത്ര, അതായത് ലോകസമാധാനത്തിന് വേണ്ടി ഒരു യാത്ര ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ഏജിൻ്റെ കാര്യമാണ് പ്രശ്നം. നമുക്ക് ഇപ്പം എനിക്ക് 75 വയസ്സായി. ഇനിയിപ്പോൾ അങ്ങനെ ഒരു വലിയ യാത്ര നടത്താൻ പറ്റുമോ എന്ന് ചിലപ്പോൾ ഫിസിക്കലായിട്ട് ഒരു ഡൗട്ട് എനിക്കുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ എപ്പോഴും തയ്യാറാണ്. അതിൻ്റെ ഒരു മെസ്സേജ് എന്തായിരിക്കും അങ്ങനെ യാത്ര നടക്കുവാണെങ്കിൽ? മെസ്സേജ് മാനവ ഏകതാ മിഷന് വേണ്ടിയാണ് ഞാൻ നടന്നത്. അത് അങ്ങോട്ട് ടോട്ടലായിട്ട് ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ട് രണ്ടാമത്തെ യാത്ര മാനവ ഏകതയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മെസ്സേജ്. അതോടൊപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പുതിയ തലമുറ വിശ്വാസത്തിൽ നിന്നും ആത്മീയത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു.
ഈ ഒരു കാലഘട്ടത്തിൽ ആത്മീയതയ്ക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്? ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞതുണ്ടല്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അത് അത്ര ആക്യുറേറ്റ് അല്ല. കാരണം ഞാൻ പോകുന്നിടത്തെല്ലാം നോക്കിയിട്ടുണ്ട്, ഈ കുറച്ച് ചെറുപ്പക്കാരിപ്പോൾ കൂടുതൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ, കാരണം അവർ ഇതിനകത്ത് പോയി മതചിന്തയാണോ അതോ ഈ ആത്മീയത? മതചിന്തയല്ല, ആത്മീയതയായിട്ട്. കാരണം അവർ ഇങ്ങനെ US ഞാൻ ഇഷ്ടം പോലെ പോകാറുണ്ട്. അവിടെ ഇന്ത്യൻസ് മാത്രമല്ല, വൈറ്റ്സും അവർ വളരെ ഹാപ്പിയാണെന്നാണ് നമ്മുടെ വിചാരം. അവർ ഹാപ്പി അല്ല. അപ്പം അത് എങ്ങനെയാണ് മനസ്സിനെ ഹാപ്പി ആക്കേണ്ടത്, അതിന് എന്തെങ്കിലും ആത്മീയമായിട്ടുള്ള ടീച്ചിങ്സ് ഉണ്ടോ, ഇങ്ങനെ അന്വേഷിക്കുന്ന യങ്സ്റ്റേഴ്സിൻ്റെ നമ്പർ കൂടിയിട്ടുണ്ട്. നമ്മുടെ വിചാരം കുറഞ്ഞു ഇല്ല, ഒരു കാലഘട്ടത്തിൽ കുറഞ്ഞിരുന്നു, ഇപ്പോൾ തിരിച്ചിങ്ങനെയാണ് വേവ്. ആ, ഇതാണ് ഞാൻ കാണുന്നത്. കാരണം മതവും ആത്മീയതയും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് മനുഷ്യർ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടില്ല, അത് ബുദ്ധിമുട്ടാണെന്ന് നമ്മളെ മതം ആയിക്കോട്ടെ, പക്ഷെ എന്നാലും ആധ്യാത്മികം എന്ന് പറയുന്നത് മതവുമായിട്ട് നമ്മൾ 100% ബന്ധപ്പെടുത്താനും. പക്ഷെ മതം ഇല്ലാതെ എങ്ങനെ ആത്മീയതയിലേക്ക് മനുഷ്യന് എത്തിപ്പെടാൻ കഴിയും? മതം ഇല്ലാതെയല്ല, മതം അവിടെ ഇരിക്കട്ടെ, പക്ഷെ മതം അൾട്ടിമേറ്റായിട്ട് പ്രീച്ച് ചെയ്യുന്നത് ആത്മീയതയാണ്. അത് മനസ്സിലാക്കിയാൽ മതി. എന്നുവെച്ചാൽ lay treasures in your heart where thieves do not break in and steal. Sermon on the Mount. എന്നുവെച്ചാൽ ഹൃദയത്തിനകത്ത് ഒരു നിധിയുണ്ട്, അതാണ് നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത്. അവിടെ തീവ്സോ ആരും ബ്രേക്കിൻ ചെയ്തതിന് മോഷ്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആരാണ്? ഗലീലിൽ നിന്ന് വന്ന ഒരു യോഗിയാണ് അല്ലേ. അപ്പോൾ ഇസ്ലാമിൽ പോവുകയാണെങ്കിൽ ഖുറാനിൽ തന്നെ പലതും ഉണ്ട്, പക്ഷെ അതിനകത്ത് ഹൃദയത്തിനുള്ളിലുള്ള മൻ അർഫ നഫ്സു ഫഖദ് അർഫ റബ്ബു എന്ന് പറഞ്ഞു. മുഹമ്മദിൻ്റെ സെയിങ്ങാണ്, പ്രോഫറ്റ് മുഹമ്മദ്. എന്ന് വെച്ചാൽ നീ നിന്നെ തന്നെ മനസ്സിലാക്കിയാൽ നീ നിൻ്റെ റബ്ബിനെ മനസ്സിലാക്കും. ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല സംഭവം, പല കാര്യങ്ങളും ഉണ്ട്. അത് യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഈ ടെൻഷനിലായി സൊസൈറ്റിയിലുള്ള ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ആധ്യാത്മികം എന്താണ് എന്ന് അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യം ചോദിച്ച് തിരിച്ചു വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനിപ്പോൾ വരുന്നത് 2 ദിവസം മുമ്പ് ഞാൻ ഹൈദരാബാദിലായിരുന്നു. ഞങ്ങളൊരു ക്രിയായോഗ റിട്രീറ്റ് നടത്തി. അവിടെ 390 to 400 ആളുകളുണ്ടായിരുന്നു. അതിനകത്ത് പ്രായമായുള്ള എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു 10 പേര് അല്ലെങ്കിൽ 11 പേര്, എല്ലാം യങ്സ്റ്റേഴ്സ്, ബോയ്സ് ആൻഡ് ഗേൾസ്, ചിലപ്പോൾ കപ്പിൾസ് ആയിരിക്കും വരുന്നത്. അതിനകത്ത് കോഴ്സ് കൂടുതലും ഹിന്ദുസ് ബൈ ബർത്ത് ആയിരിക്കാം, പക്ഷേ അതിനകത്ത് ഹൈദരാബാദ് ആയതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേരുണ്ടായിരുന്നു, യങ്സ്റ്റേഴ്സ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഞാൻ അല്ലെങ്കിലും ഒരുപാട് പേര് വരാറുണ്ട്, അതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ കോട്ടയത്ത് പോകുമ്പോൾ ആ തിരുമേനിയുമായിട്ട് സംസാരിക്കാറുണ്ട്. സെമിനാറിയിൽ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അച്ഛന്മാരെ. അതുകൊണ്ട് അവിടെ നോർമലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 395 ആളുകളിൽ ഒരു 15-20 പേരായിരിക്കും വയസ്സായെന്ന് പറയുന്നത്. ബാക്കി മിഡിൽ ഏജും യങ് ഏജിലെ ആളുകളാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്ന സൊസൈറ്റി ചിലപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയല്ല. നോട്ട് ട്രൂ. പിന്നെ ചിലരുണ്ട്, ഞാൻ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് നടന്നാലും പ്രേയറോ ഒന്നും ചെയ്യില്ല. അതിലൊരു കാര്യമൊന്നും, അതൊരു പൊളിറ്റിക്കൽ ഇതായിട്ട് അങ്ങ് ചിന്തിക്കും. രാമകൃഷ്ണ മിഷനിലെ സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ടൊരു സ്വാമിജി ഉണ്ടായിരുന്നു, സ്വാമി തപസ്യാനന്ദ. അദ്ദേഹം ഒറ്റപ്പാലത്തു നിന്നാണ്. പണ്ടേ അവിടെ പോയി ശാരദാദേവിയെ സേവ ചെയ്ത് അവിടെ കൽക്കത്തയിൽ ജീവിച്ചത് മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് പിന്നെ ഒരു ദിവസം അദ്ദേഹത്തിനോട് നടക്കാൻ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ 5 നേരം നിസ്കരിക്കാറുണ്ടോ തപസ്യാനന്ദ? ഞാൻ പറഞ്ഞില്ല സ്വാമി, ഒരുപാട് കാലമായി. എന്താ അത്? ഇല്ല, ഞാൻ ഡെയിലി 2 പ്രാവശ്യം ധ്യാനിക്കാറുണ്ട്. ശരി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ സ്വാമിജി എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ 5 നേരം നിസ്കരിക്കാറുണ്ട്, നല്ല പ്രാക്ടീസാണ്. ഇതാണ് ഇന്ത്യ, മനസ്സിലായോ? പക്ഷെ അങ്ങനെ ഇതാണ് ഇന്ത്യ എന്നങ്ങ് പറയുമ്പോഴും അങ്ങനെ എല്ലാവരും ഉൾക്കൊള്ളുന്ന
ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ ഭരണകൂടം കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അതിനെ നമ്മൾ വേണം ട്രൈ ചെയ്യാൻ. ഇത് നമ്മൾ പൊളിറ്റീഷ്യൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഫേമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കില്ല. അത് പിന്നോട്ട് വലിക്കുന്നത് എന്തായിരിക്കും? അങ്ങനത്തെ ഒരു ഈ വിശാലമായൊരു കാഴ്ചപ്പാടിൽ നിന്നും നമ്മുടെ നമുക്ക് പവറിൽ വരണമെങ്കിൽ പോളിറ്റിക്സ് വേണ്ടേ? ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അന്ന് തൊട്ട് ഇന്ന് വരെ അതാണല്ലോ. അതാണ് സംഭവം. അത് ലോകത്താകമാനം സംഭവിച്ചു എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അങ്ങ് പറഞ്ഞത് പ്രധാനമായും ഈ യുവജനങ്ങളുടെ ഇടയിൽ ഒരു സന്തോഷമില്ലായ്മ, ഒരു സൗഹാർദ്ദ അന്തരീക്ഷം ഇല്ല. അതിന്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ആധ്യാത്മിക അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. വേറെ ഒരു കാര്യവും ഇല്ല ഇതിനകത്ത്. അപ്പം അതിനകത്ത് കൊണ്ടുവരണം നമ്മൾ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട് പല വിധത്തിലും. അപ്പോൾ ലോകത്തിന് സന്തോഷം പകരാൻ അങ്ങ് നൽകുന്നൊരു ഒരു സന്ദേശം എന്താണ്? ഒരു മെസ്സേജ് എന്താണ്? എല്ലാ മനുഷ്യരും ഒന്നായിട്ട് നോക്കണം. എക്സ്റ്റേണൽ നോക്കരുത്, അകത്ത് ഒന്നാണെന്നുള്ളത്. എന്ന് വെച്ചാൽ പരമാത്മാവിൻ്റെ ഒരു അംശമാണ് എല്ലാ മനുഷ്യരും എന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ എല്ലാ മനുഷ്യരും ഒരു വാക്കിംഗ് സ്പീക്കിംഗ് ടെമ്പിളായിട്ട് മാറും. ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ഹിന്ദു വേർഡല്ല. മക്കായ്ക്ക് ടെമ്പിൾ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ഒരു ഹിന്ദു വേർഡല്ല. നൈറ്റ് ടെമ്പിളേഴ്സ് കേട്ടിട്ടുണ്ടല്ലോ. സോളമൻ്റെ ടെമ്പിൾ കെട്ടാനായിട്ടാണ് ശ്രമിക്കുന്നത് ഫ്രീമേസൺസ്. അപ്പോൾ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ദൈവം ഇരിക്കുന്ന ഒരു ക്ഷേത്രം, അതിനെയാണ് ടെമ്പിൾ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും അതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനും നമ്മൾ ഉദ്ധരിക്കാൻ പോകരുത്, ഒന്നിച്ച് നിർത്താൻ നോക്കണം എന്നുള്ള ഒരു ചിന്താഗതി പൊളിറ്റീഷ്യൻസിൻ്റെ തലയിലും കയറണം. കാരണം അവരാണ് പവറിലിരിക്കുന്നത്. അവർ വിചാരിച്ചാൽ പലതും ചെയ്യാൻ സാധിക്കും, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം. അങ്ങനെ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ 25-26 ബ്രൈറ്റാണ്. ഇത് വന്നില്ലെങ്കിൽ നമ്മൾ കുറേ സഫർ ചെയ്ത് പിന്നെ അതിൻ്റെ ലെസൺ പഠിച്ചിട്ടേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ ചോദിക്കുന്നത് എന്തിനാണത്? നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് മാറ്റിക്കൂടെ? ഇതൊന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. കാരണം മനുഷ്യന് സന്തോഷമാണല്ലോ എല്ലാവർക്കും ആവശ്യം, ശാന്തം. അപ്പം അത് നമ്മൾ ഇന്ന് തൊട്ട് തന്നെ മാറ്റാൻ തുടങ്ങണം, അല്ലാതെ നാളത്തേക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ല. തീർച്ചയായും അങ്ങനെ അങ്ങേക്ക് ഈ സമാധാനത്തിന് വേണ്ടി ഇടപെടാൻ കൂടുതൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.